സച്ചിൻ, ഈ മേഖലാതല യോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവിധ ജില്ലകളിലെ പദ്ധതികൾ, അതിൻ്റെ നടത്തിപ്പ്, വികസന കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, പോരായ്മകളുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ വിലയിരുത്തി പരിഹാരങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുക എന്നതാണോ മേഖലാതല യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? മനു, തീർച്ചയായും 2016 മുതൽ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയ ആ സമയം മുതൽ കൃത്യമായ ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മേഖലാതല യോഗങ്ങൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടർ ഭരണം ലഭിച്ചതിന് ശേഷം രണ്ടാം പിണറായി വിജയൻ സർക്കാരും അധികാരത്തിലെത്തിയപ്പോഴും ഈ മേഖലാതല യോഗങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിന്റെ ഭാഗമായി 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് അവസാനമായി മേഖലാതല യോഗങ്ങൾ ചേർന്നത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും മേഖലാതല യോഗങ്ങൾ ചേരുകയാണ്. അതായത് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഏതൊക്കെ പദ്ധതികൾ പൂർത്തീകരിച്ചു, അതുപോലെ തന്നെ ഏതൊക്കെ പദ്ധതികൾ ഇനി പൂർത്തീകരിക്കാനുണ്ട്, എന്തൊക്കെ തടസ്സങ്ങളാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരിടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് മേഖലാതല യോഗങ്ങളിൽ ചർച്ച ചെയ്യുക. ഇത് ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണ്. അതിനാൽ തന്നെ ബന്ധപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമാണ് ഈ യോഗങ്ങളിൽ പങ്കെടുക്കുക. ഇതിന് നേതൃത്വം നൽകുന്നത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെയാണ്. മുഖ്യമന്ത്രി നേരിട്ട് ഈ ഉദ്യോഗസ്ഥ തല യോഗങ്ങളിൽ നേരിട്ട് എത്തി പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം എല്ലാ മേഖലകളിലും കൃത്യമായ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യമായ നിരീക്ഷണത്തിൽ നടക്കുന്നു എന്ന് തന്നെയാണ് ഇത്രയും കാലം മറ്റൊരു മുഖ്യമന്ത്രിമാർ ചെയ്യാത്ത ഒരു കാര്യം തന്നെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒന്നാം LDF സർക്കാരിലും രണ്ടാം LDF സർക്കാരിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പാലക്കാട് ജില്ലയിൽ പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളുടെ മേഖലാതല യോഗമാണ് നടക്കുന്നത്. മലമ്പുഴയിൽ വെച്ചാണ് യോഗം ചേരുന്നത്. ഇതിൽ ബന്ധപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാരും അതേപോലെ തന്നെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള 3 ജില്ലകളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കും എന്നാണ് നിലവിൽ അറിയാൻ വേണ്ടി സാധിച്ചത്. മാത്രമല്ല, ഈ മേഖലാതല അവലോകന യോഗത്തിൽ 3 ജില്ലകളിലും നിലവിൽ ചില പദ്ധതികളിലൊക്കെ തടസ്സം നേരിടുന്നുണ്ട്. ആ തടസ്സം നേരിടുന്ന പദ്ധതികൾക്കൊക്കെ പരിഹാരം ഈ യോഗങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കഴിഞ്ഞ യോഗങ്ങളിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അത്തരത്തിൽ ഒരു കൃത്യമായ യോഗമാണ് ഇന്ന് പാലക്കാട് 4ാം വാർഷികത്തോടനുബന്ധിച്ച് തന്നെയാണ് സച്ചിൻ അങ്ങനെയുള്ള മേഖലാതല യോഗങ്ങൾ എന്ന് പറയുന്നത്.